ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പാർക്കിലാണ്. ഇടുക്കിയിലെ പാർക്ക് അല്ലേ? ഇടുക്കിയിലെ പാർക്കിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ബാക്കി നമുക്കൊരു കർഷകല്ലേ? കർഷകന്റെ പ്രതിമയൊക്കെ വെക്കുന്നുണ്ട്. പാളത്തോപ്പി വെച്ചോണ്ടിരിക്കുന്ന കർഷകൻ. അങ്ങോട്ട് കയറ്റി വിടുകയായിരുന്നു തോന്നുന്നു. ഇവിടെ അടച്ചു വെച്ചേക്കുവാ. അതായത് നമ്മള് അവിടെ പോയി പൈസ കൊടുത്ത് നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരാം. കട്ടപ്പനയിൽ നിന്നും ചെറുതോണിക്ക് പോകുന്ന വഴിക്ക് അതിമനോഹരമായ ഒരു പാർക്കുണ്ട്. ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഇടതുഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ കവാടമൊക്കെ കാണാൻ സാധിക്കും. തലയെടുപ്പോട് നിൽക്കുന്ന ഈ ഒരു പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. റോട്ടിലൂടെ പോകുമ്പോൾ ഈ ഒരു പ്രതിമയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സൈഡ് ഒതുക്കിയിട്ട് അവിടെ കയറി ആ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നും. അതിമനോഹരമായ ഒരുപാട് ചെടികളും അതുപോലെ പല തരത്തിലുള്ള മരങ്ങളും ഒക്കെ ഈ ഒരു പാർക്കിലുണ്ട്. ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് 15 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വാങ്ങുന്നത്. എന്താ അല്ലേ പ്രകൃതി ഭംഗി! ഇതുപോലുള്ള ഒരുപാട് വ്യൂ പോയിന്റുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇടുക്കിക്ക് ട്രിപ്പ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പാർക്കിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നത് ഇവിടുത്തെ ചെടികളൊക്കെ തന്നെയാണ്. എന്താ അല്ലേ ഭംഗി! നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ ഇടയ്ക്കൊക്കെ എല്ലാവരും ചെയ്യുക. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ യാത്രേനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ യാത്രേനെ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പം യാത്രകൾ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമായി എത്ര പേരുണ്ടെന്ന് നമുക്കറിയാലോ. ഗായ്സ്, ഒരു 4 മണി ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു വ്യൂ പോയിൻ്റാണ് ഈ പാർക്ക്. നമ്മുടെ ഹിൽ വ്യൂ പാർക്ക് പോലെ തന്നെ അതിമനോഹരമായ ഒരു പാർക്കാണ്. ഇവിടെ കണ്ടു വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ കാഴ്ച കാണാം എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം നമുക്ക് തപ്പി നോക്കാം. ഇവിടെ എവിടെയോ ഉണ്ട് ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന നല്ലൊരു അടിപൊളി വ്യൂ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തപ്പി നടക്കുകയാണ്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഒരുപാട് ഈ ബെഞ്ച് പോലുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് നേരെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജ് കാണാൻ സാധിക്കും. ഈ ഒരു ഊഞ്ഞാൽ കണ്ടാൽ ആർക്കാണ് അതേ കയറിയിരുന്ന് ആടാൻ തോന്നാത്തത്? അപ്പോൾ ഈ ഒരു ഊഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മളൊന്നും അതേ കയറിയിരുന്ന് ആടാൻ പോകരുത്, ചിലപ്പോൾ ഒടിഞ്ഞ് താഴെ വീണമെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഊഞ്ഞാലാടാനും അവരുടെ അഡ്വഞ്ചർ സംഭവങ്ങളിലൊന്നും തൊടാനോ ഒന്നും പോയില്ല. അതിൻ്റെ എല്ലാം മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു ഗായ്സ്. ഈ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലെത്തി കഴിയുമ്പോൾ കുറുവൻ കുറുവത്തി മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ ദൃശ്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് തടസ്സമായി നിന്നത് ആ കയ്പൻ കാടുകളായിരുന്നു. ആ കയ്പൻ കാടിൻ്റെ മറവ് കൊണ്ട് തന്നെ ഇടുക്കി ഡാമിൻ്റെ ആ മനോഹരമായ ദൃശ്യം നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചില്ല. എന്നാലും കുറച്ചൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
പാർക്കിൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പ്രതിമേനെ നോക്കി ഒന്ന് ടാറ്റായും പറഞ്ഞിട്ട്, പ്രതിമേ നിന്റെ ചോട്ടിൽ ഒരു ദിവസം ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.